ചരിത്രത്തിലെ ഏറ്റവും മഹാനായ കായിക താരങ്ങളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് അലി ബോക്സിംഗ് റിംഗിലെ രാജാവും അതിലുപരി സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ധീരനുമായിരുന്നു. 1942 ലൂയിസ് വില്ലിൽ കെന്റക്കിയിൽ കാഷ്യസ് മാർസലസ് ക്ലേ ജൂനിയർ എന്ന പേരിൽ ജനിച്ച അദ്ദേഹം 12-ാം വയസ്സിൽ ബോക്സിംഗ് പഠനം ആരംഭിച്ചു. 1960 റോം ഒളിമ്പിക്സിൽ ലൈറ്റ് ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതോടെയാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. 1964 സോണി ലിസ്റ്റനെ തോൽപ്പിച്ച് ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻ പദവി നേടിയപ്പോൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും തന്റെ പേര് മുഹമ്മദ് അലി എന്നാക്കി മാറ്റുകയും ചെയ്തു. പറക്കുന്ന ചിത്രശലഭത്തെ പോലെ ഒഴുകി തേനീച്ചയെ പോലെ കുത്തുക എന്ന അദ്ദേഹത്തിന്റെ കളിശൈലി എതിരാളികളെ വിസ്മയിപ്പിച്ചു. വിയറ്റ്നാം യുദ്ധത്തിൽ സൈനിക സേവനം നിരസിച്ചതിന് അദ്ദേഹത്തിന് ചാമ്പ്യൻഷിപ്പ് നഷ്ടമാവുകയും ബോക്സിംഗിൽ നിന്ന് വിലക്ക് ലഭിക്കുകയും ചെയ്തു. എങ്കിലും നിയമ പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം തിരിച്ചെത്തി. ജോ ഫ്രേസിയറുമായുള്ള ത്രില്ല ഇൻ മനില, ജോർജ് ഫോർമാനുമായുള്ള റംബിൾ ഇൻ ദ ജംഗിൾ തുടങ്ങിയ ഐതിഹാസിക മത്സരങ്ങൾ ബോക്സിംഗ് ചരിത്രത്തിലെ അവിസ്മരണീയമായ അധ്യായങ്ങളാണ്. വിരമിച്ചതിന് ശേഷം പാർക്കിൻസൺസ് രോഗബാധിതനായെങ്കിലും മുഹമ്മദ് അലി സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി തന്റെ ജീവിതം തുടർന്നു. 2016 അദ്ദേഹം അന്തരിച്ചപ്പോൾ ലോകം ഒരു മഹാനായ കായിക താരത്തെയും പോരാളിയെയും ഓർമ്മിച്ചു.